ഇപ്പോൾ വെണ്ണക്കര സ്കൂളിൽ സംഘർഷം നടക്കുന്നു എന്നൊരു വാർത്ത, പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഞാൻ അതിന്റെ വിവരങ്ങളിലേക്ക് ഒന്ന് പോകുകയാണ്. മനു, സച്ചിൻ വള്ളിക്കാടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ, രാഹുൽ മാങ്കുടത്തിലിനെ ഉൾപ്പെടെ അവിടെ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. എന്താണ് സച്ചിൻ അവിടുത്തെ സംഘർഷത്തിന്റെ സാഹചര്യം, കാരണം? സച്ചിൻ വള്ളിക്കാട് വളരെ വേഗം തന്നെ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വെണ്ണക്കര സ്കൂളിലാണ് ഇപ്പോൾ സംഘർഷം നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി അവിടെ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോൾ പോലീസ് ഇടപെട്ട് സംഘർഷാവസ്ഥ പരിഹരിക്കാനായി ശ്രമിക്കുന്നത് കാണുകയും ചെയ്യാം. സച്ചിനുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. സച്ചിൻ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി വോട്ട് ചോദിച്ചതാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിന് കാരണം. നിലവിൽ വലിയൊരു സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ വെണ്ണക്കര ഹൈസ്കൂളിൽ നിലനിൽക്കുന്നത്. 48-ാം നമ്പർ ബൂത്തിലാണ് രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കയറി വോട്ട് ചോദിച്ചത്. ഇതിനെ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. UDFന്റെ സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിനുള്ളിലേക്ക് പ്രവർത്തകരെയും കൂട്ടിക്കയറി വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചട്ടലംഘനം കൂടിയായിട്ടാണ് LDFന്റെ നേതാക്കളൊക്കെ ഇത് പറയുന്നത്. കാരണം LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ എല്ലാ ബൂത്തുകളും 150-ലധികം ബൂത്തുകൾ സന്ദർശിച്ചപ്പോഴൊക്കെ ഒറ്റക്കാണ് ബൂത്തിലടക്കം സന്ദർശനം നടത്തിയത്. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥി UDFന്റെ പ്രവർത്തകരുമായി വന്നുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത് പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത്. UDF പ്രവർത്തകരുമായ സംഘം ചേർന്നുകൊണ്ട് വെണ്ണക്കര ഹൈസ്കൂളിനുള്ളിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അവസാന മണിക്കൂറുകളാണ് ഇങ്ങനെ ബൂത്തിലെത്തി വോട്ട് ചോദിക്കുക, വോട്ടർമാരോട് അവിടെ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന ആളുകളോട് വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ നഗ്നമായ ലംഘനം കൂടിയാണ്. നിരവധി ആളുകൾ ആ ബൂത്തിലുണ്ടോ സച്ചിൻ? എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ സാഹചര്യം? രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരെയൊക്കെ പിരിച്ചുവിട്ടിട്ടുണ്ടോ പോലീസ്? ഇതാ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. UDF പ്രവർത്തകരെ പോലീസിനെ അതേപോലെ തന്നെ മറ്റ് മുന്നണിയിൽപ്പെട്ട പ്രവർത്തകരൊക്കെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. വെണ്ണക്കര സ്കൂളിലെ 48-ാം ബൂത്തിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉടലെടുത്തത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടവും അതേപോലെ തന്നെ UDFന്റെ മറ്റ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുമായി സംഘം ചേർന്ന് എത്തിക്കൊണ്ട് ഇവിടെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അസിത പറഞ്ഞതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു ചട്ടലംഘനമാണ് UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം നിലവിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പോലും തയ്യാറായില്ല. സംഘമായി ചേർന്നുകൊണ്ട് മറ്റ് മുന്നണിയിൽപ്പെട്ട ആളുകളുമായി വാക്കേറ്റവും ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ നിലനിൽക്കുന്നത്. LDFന്റെ പ്രവർത്തകർ അടക്കം പറയുന്നത് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് പരാജയ ഭീതിയിൽ ഭയന്നുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഒരു മണിക്കൂർ മാത്രമാണ് വോട്ടെടുപ്പ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. ഇത് ഏത് പഞ്ചായത്തിലാണ് സച്ചിൻ ഉൾപ്പെടുന്നത്? വെണ്ണക്കര സ്കൂൾ എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ തരത്തിൽ പൊതുവിൽ പോളിംഗ് ശതമാനം കുറയുന്നു എന്നൊരു ആശങ്കയുണ്ട്. സ്വാഭാവികമായി അത് UDF കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന ആശങ്ക തീരെ ചെറുതായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് കൂടിയാണ് UDFന്റെ സ്ഥാനാർത്ഥി ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്നുള്ളത് കൂടി പ്രധാനമല്ലേ? തീർച്ചയായും അസിത, UDF സ്ഥാനാർത്ഥി പരാജയ ഭീതി പൂണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. LDFന്റെ പ്രവർത്തകർ അടക്കം ഇത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ LDFന്റെ സ്ഥാനാർത്ഥി പല നിരവധി ബൂത്തുകൾ സഞ്ചരിച്ചിരുന്നു. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥി ബൂത്തുകളിൽ എത്തുന്നത് UDF പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, പുറത്തുനിന്ന് നിന്നടക്കമുള്ള നിരവധി പ്രവർത്തകരെയും കൂട്ടിയിട്ടായിരുന്നു